ഭർത്താവ് സന്തോഷ് മേനോന്റെ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞതിൽ പിന്നെ മറ്റെല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് നടി നവ്യ നായർ സന്തോഷ് മേനോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയിരുന്നു. നവ്യ നായരും ഒരു സമയത്ത് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ അമ്മയെപ്പോലെ തന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരു അമ്മായി അമ്മയെയാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന്. എന്നാൽ കുറച്ചധികം നാളുകളായി തന്നെ സന്തോഷ് മേനോന്റെ കുടുംബവുമായിട്ട് അകന്നാണ് നവ്യയുടെ താമസം. എന്നാൽ ഭർത്താവിന്റെ അമ്മയായ ശാന്താമ്മയുടെ മരണവാർത്തയറിഞ്ഞ് ഓടിയെത്തുകയായിരുന്നു നവ്യ നായർ. മറ്റെല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് അമ്മയെ ഒരു നോക്ക് കാണണമെന്നുള്ള ചിന്ത മാത്രമേ ആ സമയത്ത് നവ്യയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ശാന്താമ്മയുടെ എല്ലാ സംസ്കരണ ചടങ്ങുകളും പൂർത്തിയായതിനു ശേഷം വീട്ടുകാരെ എല്ലാവരെയും സാന്ത്വനിപ്പിച്ചതിന് ശേഷമായിരുന്നു നവ്യ വീട്ടിൽ നിന്നും മടങ്ങിയത്. കൂടെ ഏക മകനും ഉണ്ടായിരുന്നു. 2 ദിവസം മുൻപായിരുന്നു സന്തോഷ് മേനോന്റെ അമ്മ മരണപ്പെട്ടത്. സന്തോഷം സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവ സാന്നിധ്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ അമ്മ മരണപ്പെട്ടു എന്നുള്ള വിയോഗ വാർത്ത താരം പ്രേക്ഷകരെ എല്ലാവരെയും അറിയിച്ചുകൊണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾക്ക് താഴെയായിരുന്നു അദ്ദേഹം ഇങ്ങനെ കുറിച്ചത്: ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിട്ടുപോയി. സംസ്കരണ ചടങ്ങുകൾ നാളെ തറവാട് വീടായ ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടത്തും. 3 മണിക്കാണ് സംസ്കരണ ചടങ്ങുകൾ. ഇതോടെ നിരവധി പേരായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും എത്തിയത്. അതേസമയം നവ്യ നായർ എത്തുമോ എന്നായിരുന്നു പലർക്കും അറിയേണ്ടത്. ഒട്ടും വൈകാതെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് സന്തോഷ് മേനോന്റെ വീട്ടിലേക്ക് നവ്യ നായർ എത്തുകയും ചെയ്തു, മകനെയും കൂട്ടി. കരഞ്ഞു താഴ്ന്നുള്ള നവ്യയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പിന്നീട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. തന്നെ അമ്മയെപ്പോലെ തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മായി അമ്മയാണ് തനിക്ക് കിട്ടിയത് എന്ന് നവ്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നവ്യ നായരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് സന്തോഷ് മേനോനെയും കുടുംബത്തെയും മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. വിഷുവിനായാലും ഓണത്തിനായാലും സന്തോഷിന്റെയും കുടുംബത്തിന്റെയും ഒപ്പമുള്ള ചിത്രങ്ങൾ നവ്യ പങ്കുവെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ കുറച്ചധികം നാളുകളായി തന്നെ നവ്യ സന്തോഷ് മേനോന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവെക്കാറില്ലായിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന ചോദ്യം തന്നെയായിരുന്നു പ്രേക്ഷകർക്കും. എന്നാൽ ഇതിനൊരു ഉത്തരം ഇതുവരെയായിട്ടും നവ്യ നൽകിയിട്ടില്ല. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പിണക്കങ്ങളും ഉണ്ടെങ്കിലും ഇപ്പോൾ അതെല്ലാം മറന്ന് ശാന്താമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സന്തോഷിന്റെ വീട്ടിലേക്ക് നവ്യ എത്തിയത്. ഇരുവരും വേർപിരിഞ്ഞാണ് എന്നുള്ളതിന് വ്യക്തതയൊന്നുമില്ല എന്നുണ്ടെങ്കിലും പിണക്കങ്ങളെല്ലാം മറന്ന് നവ്യ സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തിയതിൻ്റെ സന്തോഷം തന്നെയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയത്.